ഉപവാസം എടുത്ത് ജപമാല ചൊല്ലി ഇതൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമ്മളോട് പറയുന്നുണ്ട്, എൻ്റെ പോലെ ആയിരിക്കി, എൻ്റെ പോലെ ഒരു ഭാര്യയാവ്, എൻ്റെ പോലെ ഒരു അമ്മയാവ്, നിങ്ങൾ അങ്ങനെ ആവ്. ഈ ലോകത്തിൽ അങ്ങനെ നിങ്ങളാവുമ്പോഴാണ് ദൈവപുത്രന്മാരെ പോലെയുള്ള മക്കളെ ലോകത്തിന് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. അതുപോലെ തളർന്ന മക്കളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. പരിശുദ്ധമ്മ നമ്മെ നോക്കി പറയുന്ന ഒരു കാര്യമാണ്. ഇതെല്ലാം എന്നെക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു തന്ന് പറയിപ്പിക്കുന്നത്. എവിടെ നോക്കി അല്ലെങ്കിൽ അങ്ങനെ എഴുതി അതൊന്നുമല്ല, വചനം കറക്റ്റ് കാണിച്ചു തന്നിട്ട് എന്നെ ഒരുക്കണത്. ലോകത്തിന് മുമ്പിൽ പറയാൻ വേണ്ടിയിട്ട് തന്നെ ഒരുക്കണതാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഇന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള അമ്മമാരെ ലോകത്തിന് കിട്ടാനാണ്. ഇങ്ങനെയുള്ള അമ്മമാരെ കിട്ടിയാലാ അവരുടെ കണ്ണീര് കൊണ്ട്, അവരുടെ പ്രാർത്ഥന കൊണ്ട് ലോകം രക്ഷപ്പെടുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ പോലെ ഇങ്ങനെയുള്ളൊരു ഉത്തമയായ ഭാര്യയായി മാറാൻ, നല്ലൊരു അമ്മയായി മാറാനായിട്ട് നമുക്ക് പ്രത്യേകം അമ്മയോട് പ്രാർത്ഥിക്കാം. നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ഒക്കെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തില്ലേ? പക്ഷെ അപ്പോൾ പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നമ്മെ ഓർമ്മപ്പെടുത്തുക, നിങ്ങൾ ആദ്യം ഇങ്ങനെ ആവുന്നു. എൻ്റെ മനസ്സിലേക്ക് തന്നൊരു സന്ദേശം, അമ്മ തന്നെ പറയും എന്താ വേണ്ടത് എന്ന്. അമ്മ തന്നെ പറയണേ ഇങ്ങനെ ആവേണ്ടത്. ഇതൊന്നു മാത്രം ഇന്നത്തെ കുടുംബങ്ങളിലെ ഭാര്യമാർ ചെയ്യേണ്ട കാര്യം.